സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച അനീഷ് മോഹന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അനീഷ് മോഹൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശാസ്ത്ര വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ മലയാളികൾക്ക് സുപരിചിതനായിരുന്നു. അദ്ദേഹം ഈ അപകടത്തിൽ മരിച്ച മലയാളിയാണ്. അനീഷ് മോഹന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് നാടും നാട്ടുകാരും ഉറ്റവരും. നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായുള്ളത്. നിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം മണർകാടുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് വീട്ടിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഇവിടെ അവസാന ശുശ്രൂഷകൾ തുടങ്ങുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടായിരിക്കും വീട്ടുവളപ്പിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുന്നത്. 2 മണിയോട് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. സിക്കിമിലെ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ടണലിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ മണ്ണിടിച്ചിലാണ് അനീഷ് മരണപ്പെട്ടത്. നമ്മൾ നാട്ടുകാരോടും ഇവിടുത്തെ പഞ്ചായത്ത് അംഗത്തോടും ഒക്കെ സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് വീട്ടിലും നാട്ടിലുമൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്തറിയാവുന്നവരും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചേർന്നവരും എല്ലാം അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടാൽ അത് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഈ ജിയോളജി സംബന്ധമായ കാര്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുകയും അത്തരത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഏറ്റവും അടുത്തറിയാവുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സുപരിചിതനായിരുന്നു. സിക്കിമിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം റോഡ് മാർഗം കൊൽക്കത്തയിൽ എത്തിച്ചത്. അവിടെ വിമാനത്താവളത്തിൽ നോർക്കയുടെ ഇടപെടലിലൂടെയാണ് ഒരു മൊബൈൽ യൂണിറ്റ് സജ്ജീകരിക്കുകയും എംബാം ചെയ്യുകയും ചെയ്തത്. നടപടി പൂർത്തിയാക്കി ഇന്നലെ രാത്രി 11 മണിയോടെ വിമാനത്തിൽ മൃതദേഹം ഈ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തിച്ചു. ഇന്ന് രാവിലെ 7:30 കൂടിയിട്ടാണ് എയർപോർട്ടിലെത്തിയത്. എയർപോർട്ടിൽ നിന്നും പ്രത്യേകം നോർക്ക തന്നെ തയ്യാറാക്കിയ ആംബുലൻസിലാണ് ഇപ്പോൾ മണർകാടുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്. മണർകാട് കൊച്ചുമറ്റം കൂരോത്തുപറമ്പ് സ്വദേശിയാണ് അനീഷ് മോഹൻ. 43 വയസ്സായിരുന്നു. സിക്കിമിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിൽ സിക്കിമിലെ ജലവൈദ്യുത പദ്ധതിയിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് അവിടെ വെച്ചുണ്ടായ അപകടത്തിൽ ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു പക്ഷെ മനസ്സിലാവുന്നുണ്ടാവും. വീട്ടിലേക്ക് മോഹന് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്.